നമസ്കാരം, ഞാൻ ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ളോഗ്സ് ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ഉണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ളോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ അൻഡ്രക്കല്ലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഊട്ടിയിൽ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് 5. അപ്പൊ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാവം നമ്മുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ പാവം മദാമൻ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മാമ്മ വളരെ രസകരമായിട്ട് പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളെ പ്രകൃതിനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് നമ്മുടെ റോസുകുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസുകുട്ടിയുടെ 2 പ്രകൃതികരമായിട്ടുള്ള 2 വാക്കുകൾ കേൾക്കാം. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഊട്ടി പോയില്ലോ. ഊട്ടിയാണ് കാണുന്നത്. ഗൈസ്, പ്രകൃതിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ വേറെ രീതിയിലാണ് പറഞ്ഞത്. ഇനി നമ്മുടെ കുഞ്ഞുവിൻ്റെ പ്രകൃതികരമായിട്ടുള്ള കുറച്ച് വർത്തമാനമൊക്കെ കേൾക്കാം. നമ്മളിപ്പോ ഊട്ടിക്കാണല്ലോ പോകുന്നത്. അതിൽ തന്നെ പറഞ്ഞാ മതി. അവൾക്ക് എന്താണ് അവള് 1-ാം തീയതി അവളെന്തിട്ടാണ് പ്രസംഗം പറയാൻ പോവാണ് ഗൈസ്. ആളാണ് ഇങ്ങനെ നനച്ചിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്ന ഡോറൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഡോറൊക്കെയാണത്. അപ്പൊ നമ്മളെല്ലാരും ഇറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുക്കാനൊരു പൂതി. അപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തോ ഇല്ലേ? നമ്മുടെ തക്കു ബേബി പേടിച്ചിട്ട് എൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. എന്തേലും പറയാനുണ്ടോ തക്കു ബേബി? ഇല്ലേ? ചുമയാണോ? കുഴപ്പമില്ല. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? കൽക്കരി ട്രെയിൻ ഫ്രണ്ട് ഭാഗമാണ്. കൽക്കരി ട്രെയിനിന്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ചു തരാം. ഇവിടെ F2D1 അങ്ങനെയൊക്കെ ആട്ടോ കൊടുത്തിട്ടുണ്ടാവുക. ഊട്ടിയിൽ മാത്രമുള്ള ട്രെയിനാണ് നമ്മുടെ കൽക്കരി ട്രെയിൻ. കേരളത്തിലെ വേറെ എവിടെയും കാണാൻ പറ്റില്ല നമ്മുടെ കൽക്കരി ട്രെയിൻ. അതുകൊണ്ട് തന്നെ അമ്മമ്മ വളരെ ഒരു അതിനെന്താ പറയുക, ഉത്സാഹത്തോടെയൊക്കെയായിരുന്നു പ്രകൃതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കൽക്കുരുട്ടിൻ്റെ ഫ്രണ്ട്. അതിൽ അവർ കൽക്കരിയൊക്കെ ഇടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കുറേ പേര് വന്ന് വീഡിയോ എടുക്കുന്നത്. കൽക്കരി ഇടുന്നത് നമ്മൾ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടെ നിന്നൊക്കെ കുറെ പുകയൊക്കെ പോകുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി പോവാന്നുള്ള ഒരു ആഗ്രഹമൊക്കെയാണ് പറയുന്നത്. നമ്മുടെ പാവം ഇപ്പൊ നമ്മള് കൽക്കരി ഭാഗം ബാക്കും ഫ്രണ്ടും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഭയങ്കര മനോഹരമായിട്ടാണ് നമ്മുടെ പണ്ടുള്ള ഒരു കൽക്കരി ട്രെയിനെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല രസകരം, നല്ല ഭംഗിയാണ്. ഞങ്ങൾക്ക് ഇതിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അതെ, കണ്ണെടുക്കാനേ തോന്നിയില്ല. അത്ര നല്ല രസമായിരുന്നു. അതിലൊന്നൊക്കെ എണ്ണുന്നുണ്ട്. ഇപ്പൊ പുക പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പൊ ചെറുതായിട്ട് അടിന്നൊക്കെ പുക പോണ്ട്. ശ്രദ്ധിച്ചൊക്കെ കാണാം. ഇനി അറ്റെത്തുമ്പോ നമുക്ക് നല്ലോണം പോണത് കാണാം. ഇതിപ്പോ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞപ്പോ അടുത്ത ആൾക്കാർ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ പ്ലീസ് കൂട്ടി തരണേ. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ.
ഇപ്പൊ അവിടുന്ന് പുകയൊക്കെ പോയോണ്ടിരിക്കാണ് കേട്ടോ. നിങ്ങൾ കൽക്കരി ട്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സ് എന്ന് പറ ബിലോ. യെസ്, അപ്പൊ അതിന് തൊട്ട് കമന്റ് ബിലോ. യെസ്, അപ്പൊ നമുക്ക് ഒരുമിച്ച് അറിയാം കമന്റ് ബോക്സ് ബിലോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഒരു വർത്തമാനം? ഇഷ്ടമായി കമന്റ് ബോക്സ് ബിലോ. തണുത്ത വെള്ളമൊക്കെ നിറച്ചു. അമ്മ കാണാണ്ട് ഞാൻ എൻ്റെ കുപ്പിയിൽ തണുത്ത വെള്ളമായിരുന്നു ഗൈസ് നിറച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചീത്തൊക്കെ അവള് പോയി. ഊട്ടിയിലത്തെ റീച്ച് എന്നിട്ട് പറയാ റാച്ചോ അങ്ങനെ എന്തോ സാധനത്തിൽ ആ തമിഴ്നാട്ടിലത്തെ ഭാഷയിൽ എഴുതി വെച്ചത് എന്താണ് നിങ്ങൾ കണ്ടത്? ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ് കോഡിൻ്റെ കൂടെ ഒരു ഷാള് പോലത്തെ ഈ സാധനം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പിന്നെ ഒരു തലയിലൊരു തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലുള്ള തെരുവിലൂടെ നടക്കാണ് ഗൈസ്. ഇത് നമ്മുടെ കോഴിക്കോടുള്ള തെരുവ് മിഠായല്ല ട്ടാ. ഇത് വേറെ സ്ഥലം, അത് വേറെ സ്ഥലം. ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇവര് 5 പേര് അവിടെയും ഞങ്ങൾ 3 പേര് എവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? പൊറോട്ട ആയിരുന്നു. നീയോ? പൊറോട്ട. നീയോ? പൊറോട്ട അല്ല ഗൈസ്, പൊറോട്ട എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. അപ്പൊ പക്ഷെ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബിലോ. ഓക്കെ ഗൈസ്, ഊട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബിലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേരളീയമായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. യെസ്, നമ്മുടെ കുഞ്ഞു പൊറോട്ടയിൽ സോസ് വെച്ച് കഴിക്കുകയാണ് ഗൈസ്. അത് തന്നെ ഒരു ചിക്കൻ പോലും കൂട്ടാണ്ട് കേട്ടോ. സോറി, ആ സമയത്ത് എനിക്ക് ഒരു ബുദ്ധി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല ബുദ്ധിയും പോകുന്നുണ്ട്. അതെ, അതേപോലെ കണ്ടു മാത്തമാക്സി. നിനക്ക് എത്ര മാർക്ക് ഉണ്ട് ഒരു മാത്സില്? മാത്സിലോ 25-ല് 24. നിനക്കോ? എനിക്ക് 25-ല് 25 ലാസ്റ്റില്. എനിക്ക് 24 20. എനിക്ക് എത്ര ആയിരുന്നു ഗൈസ്? എനിക്ക് തന്നെ ഓർമ്മയില്ല. 6 മാർക്കാണോ? വടി എടുക്കട്ടെ, വടി. നേരത്തെ തക്കൂനെ കണ്ടി, ഇപ്പൊ നമ്മുടെ നേഹനെ കണ്ടി. നേഹ എന്തൊക്കെ പറയുന്നു ഗൈസ്. ഞാൻ അന്ന് ചെറുതായതുകൊണ്ട് ആദ്യമായിട്ട് ക്യാമറേനെ കണ്ടുള്ള ആകാംക്ഷയിലൊക്കെ ആയിരുന്നു എനിക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിൽക്കൊക്കെ ആയിരുന്നു. കുറെ പറഞ്ഞു, ഞാൻ ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നിൽക്കണത് പൊടി അടുത്ത് പിന്നിലൊക്കെ നിറച്ച സ്ഥലമുണ്ട്. പൊടിയാണ്. നമ്മുടെ തക്കു ബേബി കരയുന്ന അവളവിടെ സൈഡിൽ ഈ ബസ്സിൽ സൈഡിൽ നിന്നാണ് കരയുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ റോസു പെണ്ണ് പറയുണ്ടായിരുന്നത്. റോസുവിനെ പനിയാണ്, അപ്പോൾ അവളുടെ ശബ്ദമൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിച്ച് ക്ഷമിച്ച് നിൽക്കണം. നമ്മുടെ റോസു ഫാൻസൊക്കെ ഒന്ന് ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു ഫാൻസൊക്കെ ഒന്ന് റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ തക്കു ബേബി ഫാൻസൊക്കെ ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫാൻസൊക്കെ അല്ല എൻ്റെ ഫാൻസൊക്കെ അല്ല സ്മൈലിയുടെ ഫോട്ടോ ഇടാം ഗൈസ്. ഓക്കെ, കുഞ്ഞിൻ്റെ ഒരു പൂ, എൻ്റെ ഒരു സ്മൈലി, ഇവളുടെ ഒരു ഹാർട്ട്, നമ്മുടെ തക്കു ബേബിയിലൊരു നരകം. നമ്മുടെ തക്കു ബേബിക്ക് ഉല്ലാസം സ്മൈല് ഇട്ടാ മതി. ഞാനവിടെ നല്ല മര്യാദയിലൊക്കെ കിടന്ന് ഉറങ്ങാണ് ഗൈസ്. നമ്മുടെ കുഞ്ഞു പെണ്ണ് കിടക്കണ കണ്ട ഇവളെന്നല്ല നേരത്തെ പറഞ്ഞ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഞാൻ ഇരിക്കാൻ സ്ഥലമില്ല, അല്ല ഇരിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ഇരിക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മള് നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പൊടി വെയിലാണെങ്കിലും നല്ല അടിപൊളി തണുപ്പും മിക്സഡ് ആയിരുന്നു ഗൈസ്. ഗൈസ്, അവൾക്ക് ജനറൽ നോളേജ് ഇല്ല തോന്നുന്നു. സോറി.
കണ്ട ഗൈസ് കൊറേ ബസ്സുകളൊക്കെ ഉണ്ട്, കൊറേ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലുള്ള ബസ്സിൽ പോകുന്നത്. ഇറങ്ങിട്ടോ ആ സമയത്ത് ഞങ്ങളെ വണ്ടി ഇരിക്കാൻ വന്നു. വെറുതെ പറയട്ടോ ഗൈസ്. അപ്പൊ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. ബൈ ബൈ. ഇനി നമുക്ക് പാർട്ട് 6 ആയിട്ട് കാണാം. ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ.